നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. മാള വടമയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞ പിക്കപ്പ് വാഹനത്തിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. 3 പേർക്ക് പരിക്ക്. വെള്ളാങ്ങല്ലൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് ബംഗാൾ സ്വദേശിക്ക് പരിക്ക്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കോണത്തുകുന്ന് ജംഗ്ഷനിൽ വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ്സിടിച്ചാണ് ബംഗാൾ സ്വദേശി കുൾട്ടാട് പരിമൾ എന്ന 26-കാരന് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂരിൽ നാഷണൽ ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കണ്ടംകുളം ഭാഗത്ത് പുഴയിൽ 3 മാസമായി ട്രഡ്ജിംഗ്. കുടിവെള്ളത്തിൽ ഉപ്പ് കയറുന്നതായി ആരോപിച്ച് ജനകീയ കൂട്ടായ്മ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മാള വടമയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞ പിക്കപ്പ് വാഹനത്തിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. 3 പേർക്ക് പരിക്ക്. വടമ സ്കൂളിന് സമീപം ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. മാള പള്ളിപ്പുറം സ്വദേശിയായ കളത്തിൽ വീട്ടിൽ തോമസ് ആണ് മരിച്ചത്. ചാലക്കുടി കോട്ടാറ്റ് ഭാഗത്തു നിന്നും മാള ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാഹനം വടമ സ്കൂളിന് സമീപം നിയന്ത്രണം വിട്ട് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ചു മറിയുകയായിരുന്നു. ഉടൻ തന്നെ KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുതി വിച്ഛേദിച്ചു. ഈ സമയം മാള ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മറിഞ്ഞുകിടന്ന പിക്കപ്പ് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. പുലർച്ചെ ആയതിനാൽ മറിഞ്ഞുകിടന്നിരുന്ന വാഹനം ബൈക്ക് യാത്രക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് KSEB ജീവനക്കാർ പറയുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ബൈക്കുകാരനെ KSEB ജീവനക്കാർ ഉടൻ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാള പള്ളിപ്പുറം സ്വദേശിയായ കളത്തിൽ വീട്ടിൽ തോമസ് ആണ് മരിച്ചത്. അപകടത്തിൽ പിക്കപ്പ് വാഹനത്തിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റു. ഇവരെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മീഡിയ ടൈം, മാള. വെള്ളാങ്ങല്ലൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് ബംഗാൾ സ്വദേശിക്ക് പരിക്ക്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കോണത്തുകുന്ന് ജംഗ്ഷനിൽ വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ്സിടിച്ചാണ് ബംഗാൾ സ്വദേശി കുൾട്ടാട് പരിമൾ എന്ന 26-കാരന് പരിക്കേറ്റത്. തലയിടിച്ചു വീണതിനെ തുടർന്ന് തലയ്ക്കും വാരിയെല്ലിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. കൊടുങ്ങല്ലൂരിൽ നാഷണൽ ഹൈവേ 66-ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കണ്ടംകുളം ഭാഗത്തുകൂടി ഒഴുകുന്ന പുഴയിൽ നിന്നും 3 മാസമായി നടക്കുന്ന ട്രഡ്ജിംഗ് മൂലം പരിസര പ്രദേശങ്ങളിലെ പ്രാദേശിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിലും വരെ ഉപ്പ് കയറുന്നതായി ആരോപിച്ച് ജനകീയ പ്രതിഷേധ കൂട്ടായ്മ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ അംജിത് സമരപരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഗസൽ, പ്രിയ സാവൻ, രതീഷ്, സുജിത് തറയിൽ, അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ട്രഡ്ജിംഗ് നിർത്താത്ത പക്ഷം അനിശ്ചിതകാല നിരാഹാരം പോലുള്ള സമരപരിപാടിയിലേക്ക് കടക്കുമെന്ന് സമരസമിതി പ്രഖ്യാപിച്ചു. ഈ പ്രദേശത്ത് ഏകദേശം ഒരു 3 മാസക്കാലമായി 2 വലിയ ട്രജറുകൾ കിടന്നു. ഏകദേശം ഒരു 100 മീറ്റർ ചുറ്റളവിൽ 2 ട്രജറുകൾ നിന്നുകൊണ്ട് ഒരു ദിവസം 200 ലോഡോളം മണൽ ഒരു ദിവസം ഇവിടെ നിന്ന് കയറി പോകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഏകദേശം 100 മീറ്റർ ചുറ്റളവിൽ ഇത്തരം ഒരു മണലൂറ്റ് നടന്നാലുണ്ടാകാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമുക്ക് അവർക്ക് അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും നാഷണൽ ഹൈവേ നിർമ്മിക്കുന്നതിന് ഇത്തരം ഒരു മണലെടുപ്പ് അനുവദനീയമായിരിക്കാം. പക്ഷേ അതിന് വേണ്ട ഒരു മോണിറ്ററിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾ സമരസമിതി മുന്നോട്ട് വെക്കണം. അത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികൾ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അവിടെ ഇപ്പൊ എടുത്തിരിക്കുന്ന മണല് എടുക്കാവുന്ന അളവിലാണോ, ഇനി തുടർന്ന് അവിടുന്ന് എടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള പഠനങ്ങളൊന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല. പഠനങ്ങളോ അല്ലെങ്കിൽ അതിന്റെ മേൽനോട്ടമുള്ളതായിട്ടൊന്നും ഈ പ്രദേശവാസികൾക്ക് ബോധ്യപ്പെടുന്നില്ല. കൊടുങ്ങല്ലൂർ താലൂക്ക് സർവീസ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘം വാർഷിക പൊതുയോഗവും ത്രിതല പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സർവീസ് പെൻഷൻകാരെ ആദരിക്കലും നടത്തി. സൊസൈറ്റി പ്രസിഡന്റ് TM കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുത്ത KA ഹൈദ്രോസിനെയും എറിയാട് ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുത്ത KT സജീവിനെയും പ്രൊഫസർ KS സിറാജ് ഷോൾ അണിയിച്ച് അനുമോദിച്ചു. തുടക്കത്തിൽ ഈ സംഘം പ്രവർത്തിച്ചിരുന്നത് ലോകമല്ലേശ്വരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു. അവിടെ നിന്നും നമ്മൾ പടിപടിയായി
നമ്മൾ പടാകുളത്തെ വിശാലമായ സൗകര്യപൂർവമായ ഒരു ഓഫീസിലേക്ക് പ്രവർത്തനം മാറ്റിയിട്ടാണ് ഇപ്പോൾ 9ാം വർഷം നമ്മൾ പിന്നിടുന്നത്. മറ്റ് സഹകരണ സംഘങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ പ്രസ്ഥാനം, ഈ സഹകരണ മേഖല ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, തന്റെ തന്നെ കഥാപാത്രങ്ങളിലൂടെ സ്വയം വിമർശിച്ചും സമൂഹത്തിന്റെ പൊള്ളത്തരങ്ങളെയും കൃത്രിമത്വത്തെയും പൊളിച്ചിട്ട ശ്രീനിവാസനെ പോലെ മറ്റൊരു ജീനിയസിനെ മലയാളത്തിൽ കാണാൻ സാധ്യമല്ലെന്ന് സംവിധായകൻ PG പ്രേംലാൽ പറഞ്ഞു. തനിക്ക് ഒഴികെ മറ്റെല്ലാവരെയും നിരക്കി വേറെ ചൂണ്ടി അവർക്ക് രഞ്ജി പരിക്കുന്ന സിനിമ ആരംഭിച്ചു. നാട്ടിലുള്ള സകല ആൾക്കാരും പ്രതികളാണ് താനൊഴികെ. പക്ഷെ ശ്രീകണ്ഠൻ ചെയ്യുന്ന പരിപാടി പറയുന്നത് ആദ്യത്തെ ലെവലെടുത്ത് സ്വന്തം നെഞ്ചിന്റെ നിരക്ക് ചൂണ്ടിക്കൊണ്ട് ആത്മവിമർശനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മലയാളിക്ക് കാണിച്ചു തന്നത് വൻ മാതൃകയാണ് ശ്രീകണ്ഠൻ കാണിച്ചത്. അതിന് മുൻപോ അതിന് ശേഷമോ എന്തായാലും മലയാള സിനിമയിൽ അത്തരം ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. നമുക്ക് ഉറപ്പിച്ചു പറയാനുണ്ട്. പക്ഷേ അദ്ദേഹത്തിലെ നടനെ നമ്മൾ വേണ്ട വിധം കാണാതെയോ അംഗീകരിക്കാതെയോ പോയി. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ഗ്രാമിക ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച ശ്രീനിവാസൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനിവാസനെ മുഖ്യ കഥാപാത്രമാക്കി സംവിധാനം ചെയ്ത് തനിക്കും ശ്രീനിവാസനും പുരസ്കാരങ്ങൾ നേടിത്തന്ന ആത്മകഥ, ഔട്ട്സൈഡർ എന്നീ സിനിമകളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പ്രേംലാൽ ഓർമ്മിച്ചെടുത്തു. ഗ്രാമിക ട്രഷറർ C മുകുന്ദൻ അധ്യക്ഷനായി. ഡോക്ടർ VP ജിഷ്ണു, VR മനുപ്രസാദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ശ്രീനിവാസൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് G അരവിന്ദൻ സംവിധാനം ചെയ്ത് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ചിദംബരം എന്ന ചലച്ചിത്രം പ്രദർശിപ്പിച്ചു. ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് കൊടിയേറി. തെക്കേടത്ത് ക്ഷേത്രത്തിൽ തന്ത്രി താമരശ്ശേരി മേക്കാട്ട് ശ്രീജിത്ത് നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. വടക്കേടത്ത് ക്ഷേത്രത്തിൽ തന്ത്രി കിഴക്കിനിയടത്ത് മേക്കാട്ട് നാരായണൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. ഉത്സവത്തിന്റെ എല്ലാ ദിവസവും അന്നദാനവും വഴിപാടായി തിരുവാതിരക്കളിയും നടക്കും. എല്ലാ ദിവസവും പാർവതിയുടെ നീരാട്ടെഴുന്നള്ളിപ്പും നീരാട്ടും തിരിച്ചെഴുന്നള്ളിപ്പിന് ശേഷമുള്ള പ്രഭാത പൂജകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. 31-ന് കാർത്തിക ആഘോഷത്തിന്റെ ഭാഗമായി 10 ആനകളെ അണിനിരത്തി ശീവേലിയും വൈകിട്ട് കാഴ്ച ശീവേലിയും നടക്കും. തുടർന്ന് കാർത്തിക ദീപക്കാഴ്ചയും രാത്രി കാർത്തിക വിളക്കും ഉണ്ടായിരിക്കും. ജനുവരി 3-ന് ആറാട്ടും കൊടിയിറക്കവും ആറാട്ടു സദ്യയും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള വടമയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞ പിക്കപ്പ് വാഹനത്തിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. 3 പേർക്ക് പരിക്ക്. വെള്ളാങ്ങല്ലൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് ബംഗാൾ സ്വദേശിക്ക് പരിക്ക്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കോണത്തുകുന്ന് ജംഗ്ഷനിൽ വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ്സിടിച്ചാണ് ബംഗാൾ സ്വദേശി കുൾട്ടാട് പരിമൾ എന്ന 26-കാരന് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂരിൽ നാഷണൽ ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കണ്ടംകുളം ഭാഗത്ത് പുഴയിൽ 3 മാസമായി ഡ്രഡ്ജിംഗ്. കുടിവെള്ളത്തിൽ ഉപ്പ് കയറുന്നതായി ആരോപിച്ച് ജനകീയ കൂട്ടായ്മ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.